ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രസംഗത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ളത് ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്ന, തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. കൈ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആരാധനയുടെ ചടങ്ങല്ല, ആരാധന അനുഭവമാണ്. ആത്മീക ജീവിതം എന്ന് പറയുന്ന അഭിനയമല്ല. ആമേൻ. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ആത്മീകമാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും എടുത്തെങ്കിൽ പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇനി നിങ്ങളുടെ ആരും ബൈബിളിൽ നോക്കണ്ട. ഞാൻ പറയുന്ന വാക്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചാൽ മതി. എന്റെ മുഖം അത്ര സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അല്പമിനിറ്റുകൾ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കണമെന്ന് ദയവായിട്ട് ഓർപ്പിക്കുകയാണ്. ആരെങ്കിലും ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് ഉറക്കമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. എബ്രായ ലേഖനം എന്ന് പറയുന്നത് പൗലോസ് ശ്ലീഹ എഴുതപ്പെട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് പഴയ നിയമത്തിന്റെ ഉദ്ധരണികൾ അടത്തിയെടുത്തുകൊണ്ട് ധാരാളം ഉദ്ധരണികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അതുകൊണ്ട് തന്നെ അതിന് വളരെ ആശയ സമ്പുഷ്ടിയുണ്ട്. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ വിശേഷത എന്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ് ഞാൻ കഴിയുന്നത്. പഴയ നിയമ വിശ്വാസികളൊക്കെ യഹൂദന്മാരായിട്ടുള്ളവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയങ്ങളിൽ അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യം അവിടെ ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായി തീർന്നു. ആ പഴയ നിയമത്തിലെ ദേവാലയങ്ങളും പ്രവാചകന്മാരും പുരോഹിതന്മാരിലും ഒക്കെ പഴയ നിയമത്തിലുള്ള പരീക്ഷന്മാരാകുന്ന അല്ലെങ്കിൽ യഹൂദന്മാരാകുന്ന പ്രിയപ്പെട്ടവരൊക്കെ വലിയ പ്രാധാന്യം കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പ്രവാചകന്മാരെക്കാൾ വലിയ ഒരുവനുണ്ട്, മൽക്കീസദേക്കിനേക്കാൾ വലിയ ഒരുവനുണ്ട്, യോശുവയേക്കാൾ വലിയ ഒരുവനുണ്ട്, മോശയേക്കാൾ വലിയ ഒരുവനുണ്ട് എന്ന് പറഞ്ഞ ദൂതന്മാരെക്കാളും വലിയ ശ്രേഷ്ഠതയേറിയ ഒരുവനുണ്ടെന്ന് ഈ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവേ. ആമൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും വളരെ സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഒരു സ്റ്റേജിൽ 3 പേര് പ്രസംഗിക്കാൻ വേണ്ടി കയറി. ഒന്നാമത്തെ ആള് വളരെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ട് പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. ആളുകൾ പറഞ്ഞു, ആ മനുഷ്യന്റെ ജ്ഞാനം നോക്കിയേ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആ മനുഷ്യന്റെ ജ്ഞാനം എത്ര വലിയതാണ്. മറ്റൊരാൾ മറ്റു ബൈബിളിലെ ഒരു കഥാപാത്രത്തെ കുറിച്ച് പ്രസംഗിച്ചു. പറഞ്ഞു, അദ്ദേഹം ആ മനുഷ്യനെ കുറിച്ച് എത്ര സവിസ്തരമായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്, എത്ര മനോഹരമാണെന്ന് പറഞ്ഞ് കൈയ്യടി കിട്ടി. മൂന്നാമത്തെ ആൾ പ്രസംഗിക്കാൻ വേണ്ടി കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു, യേശുവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് ഈ പാസ്റ്റർ പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞതിന് സാരം ഏത് കാലത്തിലും ഉയർത്താൻ കൊള്ളാവുന്ന, ആരോടും വിളിച്ചു പറയുവാൻ കൊള്ളാവുന്ന, എവിടെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു സുവിശേഷമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് നമ്മുടെ കരങ്ങളിൽ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ശ്രേഷ്ഠനായിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് സവിസ്തരമായിട്ട് വർണ്ണിച്ചിട്ട് 11-ാം അധ്യായം നാം പഠിക്കുന്ന ദൈവമക്കളാണല്ലോ, പരിചയവും പഴക്കമുള്ളവരാണല്ലോ. 11-ാം അധ്യായത്തിൽ 16 വിശ്വാസവീരന്മാരുടെ പട്ടിക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ വിശ്വാസത്താലുള്ള ഹാബേലിനെ പറ്റി പറയുന്നു, വിശ്വാസത്താലുള്ള ഹാനോക്കിനെ പറ്റി പറയുന്നു, വിശ്വാസത്താലുള്ള നോഹയെ പറ്റി പറയുന്നു. 4-ാമത് പരിശുദ്ധാത്മാവ് 11-ാം അധ്യായത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. വിശ്വാസത്താൽ അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എങ്ങോട്ട് പോകുമെന്നറിയാതെ അവൻ ദൈവ ശബ്ദം കേട്ട് യാത്ര പുറപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ 11-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ സമർപ്പിതനായി മാറിയിരിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ വെച്ച് ഒരു ശബ്ദമായി കേട്ടു. അബ്രഹാം കേട്ടു. അവന്റെ അന്ന് വരെയുള്ള ജീവിതത്തിന്റെ രീതികൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. അവനൊന്ന് ടേൺ ചെയ്യുകയാണ്. അവനൊന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്
സുവിശേഷം എന്തെന്നോ വേലയുടെ ആഴം എന്തെന്നോ അറിയാത്ത ആമൻ എന്നെ ദൈവവചനം പഠിപ്പിച്ച് കർത്താവിന്റെ വേലയിൽ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം അതിശയകരമായി നടത്തുവാൻ ഇടയായി തീർന്നു എന്നുള്ള വസ്തുത ദൈവസന്നിധാനത്തിൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വീണ്ടും ഒന്നുകൂടി ഓർക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ സങ്കീർത്തനത്തിലൂടെ ദൈവം നിന്നെ നടത്തിയ വഴികൾ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് ചിന്തകൾ എന്റെ അകത്തേക്ക് കയറി വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരുപാട് അനുഭവങ്ങളിൽ ഒന്നെന്റെ ഹൃദയത്തിൽ ഓടി വന്നത് ഇങ്ങനെയാണ്. അവൻ എന്റെ സഹോദരന്മാരൊക്കെ അവൻ വിദേശത്തൊക്കെയാണ്, അവൻ വലിയ കുഴപ്പമില്ലാതെ പോവുക. പക്ഷെ ഞാൻ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന പാലക്കാട് ജില്ലയിലുള്ള ഭീമനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അന്ന് ഇവിടെ വഴിക്കടവിലേക്കുള്ള ബസ്സുണ്ട്, ഇന്നുമുണ്ട്. ഇടയ്ക്കൽ വന്ന് ഇറങ്ങണമെങ്കിൽ 33.5 രൂപ മതി. പക്ഷെ അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് വണ്ടിക്കൂലി കൊടുക്കുവാൻ എന്റെ കൈവശമില്ല. നിങ്ങൾക്ക് കേൾക്കണമോ? അന്ന് എന്റെ വീട്ടിലുള്ള മനോരമ പത്രം ഞാൻ വിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 34 രൂപയാണ്. ഇവിടെ ഞാൻ വന്ന എന്റെ വീട്ടില് വന്നപ്പോൾ 50 പൈസ എന്റെ കയ്യിലുണ്ട്. ഇത് 50 വർഷം പഴക്കമുള്ള ഒരു സംഭവ കഥയല്ല ഞാൻ പറയുന്നത്. ചില വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു കൊച്ചനുഭവമാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ദൈവം നടത്താൻ വിശ്വസ്തനാണ്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും വരാമെന്ന് ചിന്തിക്കുന്ന സഹായിക്കുമെന്ന് പറയുന്ന കരങ്ങളൊക്കെ മാറിപ്പോയാലും ആ മലയുടെ മുകളിൽ ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായത്തിൽ പറഞ്ഞത് അബ്രഹാം ചോദിക്കുകയാണ്, എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? എനിക്ക് എന്താണ് പ്രയോജനം? യഹോവയാകുന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ വീടിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. നീ ഒന്ന് ആകാശത്തിലേക്ക് നോക്കണം. നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണ, ഈ നക്ഷത്രങ്ങളുടെ എണ്ണം നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണ. കടൽക്കരയിലേക്ക് നീ നോക്കണം. മണൽത്തരി നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണണം. അബ്രഹാമിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയെ ഞാൻ ഈ പെണ്ണമാക്കുമെന്ന്. 20-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം 25 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ കരങ്ങളിൽ അത് ഏറ്റുവാങ്ങുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? 22-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. യഹോവയാകുന്ന ദൈവം 25 വർഷം കൊണ്ട് കാത്തിരുന്ന് പ്രാപിച്ച തന്റെ ഏകജാതനാകുന്ന വാഗ്ദത്ത സന്തതിയെ വളർത്തി വലുതാക്കി ഏകദേശം 25-30 വയസ്സിനിടയിൽ പ്രായമുള്ള 100 വയസ്സിന് 130 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അബ്രഹാമിനോട് 22-ാം അധ്യായത്തിലെ യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്കിനെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. എന്ത് വിരോധാഭാസമാണ്! നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നാൽ ഞാൻ വാങ്ങിക്കൊള്ളാം, സ്വന്തം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറയുക. ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എന്തെങ്കിലും ഒന്ന് തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് ഒന്ന് തന്നു. അത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? ഒരാൾ സൗജന്യമായിട്ടോ ഫ്രീ ആയിട്ടോ ഒന്ന് തന്നിട്ട് അത് തിരിച്ചു ചോദിച്ചാൽ നമുക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അച്ചാനുണ്ട്, നിങ്ങൾ ആരും ഫോൺ വിളിച്ച് ചോദിക്കരുത്. അച്ചാൻ പാസുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അച്ഛാ സ്ഥലം കൊടുത്തിട്ട് ഹോള് പടുന്നത്, അച്ഛാ സ്ഥലം കൊടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പാസുമായിട്ട് പിണക്കം ഉണ്ടായി കഴിഞ്ഞാൽ അച്ചാൻ കുഴിച്ചിരിക്കുന്ന തൊട്ടപ്പുറത്ത് അച്ചാന്റെ കോമ്പൗണ്ടിലാണ് കുഴൽക്കിണർ ഒഴിച്ചിരിക്കുന്നത്. അച്ചാനുമായിട്ട് പിണക്കം ഉണ്ടായി അച്ഛാൻ പാസ്വേഡ് പറയും, വെള്ളം കോരണ്ടെന്ന് പറയും. സ്വത്രം അതുപോലെ അച്ഛൻ ഒരു സൈക്കിൾ, അന്ന് സൈക്കിളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. പാസ്വേഡ് സൈക്കിൾ വാങ്ങി കൊടുത്തു. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ പാസ്വേഡ് കൊടുത്ത് സൈക്കിൾ വീട്ടിൽ വെച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനത്തെ ഒരു കാലവും ഉണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാരണം കുഴപ്പമില്ലാതെ ഇങ്ങനെ അബ്രഹാമിനോട് ദൈവം തിരിച്ചു ചോദിക്കുക. എന്താ ദൈവം കൊടുത്തത്? വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുത്തു. അത് ദൈവം തിരിച്ചു ചോദിക്കുകയാണ് 22-ാം അധ്യായത്തിൽ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ? യഹോവയാകുന്ന ദൈവം 100 വയസ്സുള്ള അബ്രഹാമിന് തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചിട്ട് വാഗ്ദത്ത സന്തതിയെ ലഭിച്ച അബ്രഹാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യഹോവയാകുന്ന ദൈവം ചോദിച്ചാൽ അതിനെ തിരികെ കൊടുക്കുന്നതിന് യാതൊരു മടിയും കാണിച്ചില്ല. നോക്കിക്കേ, എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല. 22-ാം അധ്യായത്തിൽ നിങ്ങൾ എന്നെ
നിന്റെ ഏകജാതനാകുന്ന നിന്റെ മകനെ നീ എനിക്ക് മോറിയ ദേശത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. ദൈവശബ്ദം കേട്ടെന്നവന് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം പറയാ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഉറക്കം വരികയില്ല. എന്താ കാരണം അറിയാമോ? അവൻ ചാടി എഴുന്നേറ്റിരിക്കും. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. ദൈവമേ, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്നിലൂടെ നിവർത്തിക്കണമെന്നുള്ള ആത്മദാഹം അവന്റെ ഉള്ളിൽ വരികയാണ്. നോക്കിക്കേ, മറ്റൊരു കാര്യത്തിൽ പറയാ, അവൻ രാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരു സഹോദരിമാരും അതിന് പുറപ്പെടുന്നവരല്ല. പക്ഷേ അവർ എഴുന്നേറ്റു. എന്താ കാരണം അറിയാമോ? എന്റെ യേശുവിനെ ആ കല്ലറയിൽ പൂശാൻ വേണ്ടി ആ ശവക്കല്ലറയിൽ സുഗന്ധ തൈലമൊക്കെ ഒരുക്കിയിട്ട് രാവിലെ ഇരുട്ടുള്ളപ്പോൾ അവർ കല്ലാരയ്ക്ക് വേണ്ടി ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ച് അത് രാവിലെ അവർ എഴുന്നേറ്റ് പോകുകയാണ്. ഞാനിങ്ങനെ ഭാവനയിൽ ചിന്തിച്ചപ്പോൾ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയിട്ടുണ്ടാകത്തില്ല. എന്താ കാരണം അറിയാമോ? 7 ഭൂതം ബാധിച്ച, ആർക്കും വേണ്ടാത്ത, സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. പക്ഷെ ലോകം കൈവിട്ടപ്പോൾ, വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ, അവൻ സ്നേഹിതർ കൈവിട്ടപ്പോൾ, അവൻ ദൈവമോടെ കൈവിട്ടില്ല. യേശു അവിടെയുള്ള ഭൂതത്തെ ശാസിച്ചു. എന്ന് പകൽക്കാലം പറയാ, ലോകം കൈവിട്ടവരെ, സ്നേഹിതർ കൈവിട്ടവരെ, സഭ കൈവിട്ടവരെ, പാസ്റ്റർ കൈവിട്ടവരെ, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. കരങ്ങളിൽ സ്തോത്രം പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കേ, അബ്രഹാം അവൻ തിരിച്ചു ചോദിച്ചത്, അബ്രഹാം അതിരാവിലെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. ബാല്യക്കാരെ വിളിച്ചു. അവൻ യാത്രയ്ക്കുള്ള കഴുതകളെ എന്ത് ചെയ്തു? റെഡിയാക്കി. ഇസഹാക്കിനെ എന്ത് ചെയ്തോടുകൂടിയുള്ള ബാല്യക്കാരും കഴുതകളുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ഞാൻ അവിടെ വായിച്ചപ്പോൾ എന്നെ വീണ്ടും ചിന്തിപ്പിച്ചു. വിറകൊക്കെ കീറിക്കൊണ്ട് അബ്രഹാം പോകുന്നത് എന്താണെന്നറിയാമോ? അവൻ വീട്ടിൽ നിന്ന് ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം അവൻ എന്ത് ചെയ്യാണ്? അവൻ തലേന്ന് ചെയ്യുകയാണ്. അവൻ തീ കത്തണമെങ്കിൽ അവൻ ആത്മാവിൽ ഒരുങ്ങി ദൈവമക്കൾ കടന്നു വരണം. ദൈവദാസൻ എത്ര പ്രാർത്ഥിച്ചൊരുങ്ങി വന്നാലും ആ വചനം നമുക്ക് വിടുതലായി തീരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആരാധനയ്ക്ക് വേണ്ടി വന്നിരിക്കുമ്പോൾ ആത്മിക തീ നമ്മുടെ അകത്ത് കത്തുവാനിടയായി തീരും. അവിടെയാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, അവിടെയാണ് കെട്ടുകൾ പൊട്ടുന്നത്, അവിടെയാണ് സ്വതന്ത്രമാകുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനിടയായി തീരുന്നത്. ചിലര് 9:30 പറഞ്ഞാലും 10 മണിക്ക് വരുന്നവരുണ്ട്, 10 മണിയാന്ന് പറഞ്ഞാലും 10:30 വരുന്നവരുണ്ട്, 11 മണിക്ക് വരുന്നവരുണ്ട്. അത് ഞാൻ വിടുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, അബ്രഹാം അധികാലത്തെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. നോക്കിക്കേ, അവനിപ്പോൾ കഴുതകളുണ്ട്, അവൻ ബാല്യക്കാരുണ്ട്, അവൻ സ്തോത്രം. നോക്കിക്കേ, 3 ദിവസം പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാ, സമയം തീരാക്കുകയാ. അവൻ 3 ദിവസത്തെ വഴിയാത്ര അവർ ചെന്നു. അവൻ ദൂരവേ നിന്ന് അബ്രഹാമിന് സ്ഥലം മനസ്സിലായി. ആ മലയുടെ മുകളിലാണ് ആരാധന കഴിക്കണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് മനസ്സിലായിട്ട് ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുവേ, നിങ്ങൾ ഇവിടെ നിൽക്കുവേ, ഞാനും മകനും കൂടി പോയിട്ട് എന്ത് ചെയ്യാം? ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. അവൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? വാചകങ്ങൾ ശ്രദ്ധിച്ചോ? അബ്രഹാമിന് ഉറപ്പുണ്ട്, അവൻ ഇസഹാക്കിനെയാണ് അവിടെ യാഗം കഴിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇസഹാക്ക് കൂടെ വരാനുണ്ടാകത്തില്ല. പക്ഷെ വിശ്വാസത്തിന്റെ ആഴഹൃദയത്തിൽ കിടക്കുന്ന അബ്രഹാമിനൊന്നറിയാം, ആ ചാരത്തിൽ നിന്ന് എനിക്ക് തലമുറയെ നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്താ ഈ ബാല്യക്കാരെ കൊണ്ടാകാറുണ്ട്? ബാല്യക്കാര് വന്ന ആരാധന നടക്കത്തില്ല. സ്വന്തം ആരാധന നടക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞത് 25-നും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ബാലകനാണ്, യൗവനക്കാരനാകുന്ന ആരാണ്? ഇസഹാക്ക്. ഈ ഇസഹാക്കിനെ പിടിച്ചു കെട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ ജോലിക്കാരായിട്ടുള്ള ബാല്യക്കാരെന്തെയും വെറുതെ നിൽക്കുവോ? അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചേതെങ്കിലും ഒരു വഴിക്ക് ഇസഹാക്കിനെ കൊണ്ട് പോകുമെന്ന് ആർക്കറിയാം? അബ്രഹാമിനറിയാം. അതുകൊണ്ട് അബ്രഹാമിനൊന്ന് മനസ്സിലായി, ഈ മോറിയ മലയുടെ മുകളിലുള്ള യാഗം ശരിയാകണമെങ്കിൽ, ആരാധന ശരിയാകണമെങ്കിൽ ബാല്യക്കാരെ ഇവിടെ നിർത്തണം. നോക്കിക്കേ, അവൻ അങ്ങനെ അബ്രഹാമും ഇസഹാക്കും കൂടെ ആ മലയുടെ മുകളിലേക്ക് നടന്നു കയറുകയാണ്. അബ്രഹാമിന്റെ കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്. പക്ഷേ ഇസഹാക്കിന്റെ ചുമലിലാണ് കീറി ഒരുക്കിയിട്ടുള്ള
പുറകിൽ, 15 വർഷത്തിന് പുറകിൽ ആമൻ ഇന്ന് ജർമ്മനിയിൽ ആളുണ്ട്, ഇന്ന് UK ആളുണ്ട്, ഇന്ന് കാനഡയിൽ ആളുണ്ട്, ഇന്ന് ഓസ്ട്രേലിയയിൽ ആളുണ്ട്, ഇന്ന് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. പക്ഷെ പറയാ, ഇതിന്റെ പിന്നിൽ കരഞ്ഞ ഒത്തിരി കണ്ണുനീരുണ്ട്, ഇതിന്റെ പിന്നിൽ കരഞ്ഞ ഒത്തിരി ദൈവസഭകളുണ്ട്, ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ഒത്തിരി കുടുംബങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ പുറകിൽ അനേക ദൈവങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അബ്രഹാം ലഭിച്ച വിശ്വാസം, അബ്രഹാമിന് ലഭിച്ച ദർശനം അവൻ പങ്കിടുകയാണ്. മോനെ, യഹോവ കരുതിക്കൊള്ളും. നോക്കിക്കേ, അവിടെ അബ്രഹാം യാഗപീഠം പണിതു, അതിന്മേൽ കൊണ്ടുപോയ വിറക് യാഗപീഠത്തിന്മേൽ അടുക്കി വെച്ചു. ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ ഭാരത്തോടായിരിക്കാം ഈ ഹോളിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആത്മാവിൽ നിന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം കർത്താവ് എടുത്തു മാറ്റുവാനിടയായി തീരും. അതാണ് ആരാധനയുടെ നടുവിൽ സംഭവിക്കുന്നത്. നോക്കിക്കേ, ഇസ്ഹാക്കിന്റെ തോളിലുള്ള ആ ചുമടാകുന്ന ഭാരം ഇപ്പോൾ ആ യാഗപീഠത്തിന്റെ മുമ്പിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. അബ്രഹാം ഇസ്ഹാക്കിന്റെ കൈകളും കാലുകളും ബന്ധിച്ച് ആ യാഗപീഠത്തിൽ കിടത്തിയിരിക്കുകയാണ്. അവൻ വെട്ടി തിളങ്ങുന്ന മൂർച്ചയുള്ള ആ വാൾ അന്തരീക്ഷത്തിലേക്ക് അബ്രഹാം പൊക്കിയിട്ട് അവൻ ബാലന്റെ മേൽ അവൻ വെക്കുവാൻ വേണ്ടി അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുമ്പോൾ യഹോവയാകുന്ന ദൈവം വിളിക്കുകയാണ്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. മമ്രയുടെ തോപ്പിൽ നിന്ന് കേട്ട അതേ ശബ്ദം, അബ്രഹാം കേട്ട കൂടാരത്തിൽ നിന്ന് കേട്ട അതേ ശബ്ദം നോക്കിക്കെ മലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. അവൻ ഓടിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ഹോളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവശക്തി ഇറങ്ങി വരും. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും സർവ്വവ്യാപിയാകുന്ന ദൈവം നമ്മുടെ അടുക്കലേക്കായി ഇറങ്ങി വരുന്നത് നാം അന്വേഷിച്ചു പോകുകയല്ല. ആ മലയുടെ മുകളിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അബ്രഹാമിന്റെ കയ്യിൽ കിടന്ന ആ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള വാൾ താഴേക്ക് നിലം പതിച്ചു. അബ്രഹാം പുറകേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അബ്രഹാമിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാം നോക്കിയപ്പോൾ ആ കുറ്റിക്കാട്ടിൽ കുരുങ്ങി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ അവന്റെ കണ്ണിൽ പതിച്ചു. അതിനെ എടുത്ത് യാഗം ചെയ്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവിളികളെ, ഇന്ന് നിനക്ക് വഴികളൊക്കെ അടയപ്പെട്ടിരിക്കാം. ഇന്ന് മുൻപോട്ട് നോക്കിയ സാധ്യതകളൊക്കെ അസ്തമിച്ച് കിടക്കുന്നവരുണ്ടാകാം. പക്ഷെ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം ആട്ടിൻകുട്ടിയെടുത്ത് യാഗം കഴിക്കുവാനിടയായി തീർന്നു. അബ്രഹാം കൂടെ ആ മലയുടെ മുകളിൽ നിന്ന് അവർ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. വിശ്വാസത്താൽ അബ്രഹാം അവൻ തനിക്ക് വേണ്ടി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ പുറപ്പെടുവാനിടയായി തീർന്നു. മോറിയ മലയുടെ മുകളിൽ യഹോവയാകുന്ന ദൈവം അവനെ ഫോളോ ചെയ്ത്, ഒന്നുകൂടി പറഞ്ഞാൽ അവൻ മുമ്പേ അവൻ ദൈവമോടെ പോയിരിക്കുകയാ. ഞാൻ നിങ്ങളെ മുട്ടുമടക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആരാധിക്കുന്ന ദൈവങ്ങളെ കരങ്ങൾ ഉയർത്തി ആ കരങ്ങളടിച്ച് വാക്കുകൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം എടുത്താണ്. ഇന്നലെ കാലിന് ഭാരത്തോടാണ് വന്നത്, ഇന്നലെ കാലിന് പ്രയാസത്തോടാണ് വന്നത്, ഇന്നലെ കാലിന് ഭാരത്തോടാണ് ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞങ്ങളുടെ ദൈവമേശ്വരിയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ നിലവിൽ കർത്താവിന്റെ സാന്നിധ്യമുള്ളത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കണം.